ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൊജിറ്റോയുടെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മസാല മൊജിറ്റോ ആണിത്. അപ്പോൾ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മൊജിറ്റോ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു മൊജിറ്റോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതായി ഇത്രയും മതി, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഇതുപോലെ ചെറിയ 2 പച്ചമുളകിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും പാകത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വേണ്ട, അതാ ഇത്രയും വെള്ളം മതി. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ സെർവിങ് ഗ്ലാസ് തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നാരങ്ങ നീര് പിഴിഞ്ഞതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുതിനയിലയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ 2ആയിട്ടൊന്ന് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം നാരങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുതിനയിലയുടെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇത് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോഡയോ 7-അപ്പോ സ്പ്രൈറ്റോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രൈറ്റ് ആണ്. ഇനി ഇതൊന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുടിക്കാം. അപ്പോൾ നമ്മുടെ മസാല മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്